ഹായ് വീവേഴ്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് രസമാണ്. അപ്പോൾ ഞാൻ രസത്തിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ലേശം എണ്ണയും ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കടുക് ഇടുകയാണ്. വറ്റൽമുളകും കറിവേപ്പിലയും. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ചെറിയുള്ളി ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വേഗം വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ഇല്ലാത്തവർ സവാളയുടെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് അതിൻ്റെ ഹാഫ് എടുത്താൽ മതി. ഉള്ളി ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മുളകും കൂടെ 2 മുളകും കൂടെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മൂന്ന് ചെറിയ വെളുത്തുള്ളി ചതച്ചത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 ചെറിയ തണ്ട് മല്ലിയിലയുടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമ്മുടെ മല്ലിയിലയും ടൊമാറ്റോയും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ആവശ്യത്തിന് കായപ്പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. പുളിപ്പിന് ആവശ്യത്തിനുള്ള വാളംപുളി പിഴിഞ്ഞത്. ഞാൻ ഈ വാളംപുളി ഒരു അരമണിക്കൂർ മുന്നേ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടിരുന്നതാണ്. പുളിപ്പിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മസാല എല്ലാം കൂടി ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് വെള്ളം ആഡ് ചെയ്യുകയാണ്. ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പാകത്തിന്. ഉപ്പ് നമ്മൾ എത്ര നിങ്ങൾക്ക് വേണോ അതിനനുസരിച്ച് ഇട്ടോളാം. രസം ഒന്ന് തിളച്ച് വരുന്നത് വരേക്കും ഹൈ ഫ്ലെയിമിലും ഒന്ന് തിളച്ച് തുടങ്ങുന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അതെന്നിട്ട് ലോ ഫ്ലെയിമിൽ കിടന്ന് കുറച്ച് നേരം ഊറി വരണം. നമ്മുടെ രസം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനിതിൽ രസം തിളച്ച് തുടങ്ങിയാൽ മാത്രമേ അതിൽ നമ്മൾ മസാല എല്ലാം ആഡ് ചെയ്തിരിക്കുന്നത് കറക്റ്റാണെന്ന് അറിയാൻ പറ്റൂ. മസാല എല്ലാം പാകത്തിനാണ്, ഉപ്പും എല്ലാം കറക്റ്റാണ്, കായപ്പൊടിയെല്ലാം. സോ ഞാനിത് അടയ്ക്കുവാണ്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ ശേഷം നമുക്കിത് സ്ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് പൊങ്ങുന്നുണ്ട്. ഒരു 10 മിനിറ്റ് അടുപ്പിച്ചാകാറായിട്ടുണ്ട്. ഞാനിതൊന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റാണ്. ഉണ്ടോ? ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ രസം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം.
പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മസാലയിലോ എന്തെങ്കിലും ഒരു കുറവ് തോന്നുവാണെങ്കിൽ നിങ്ങൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുമ്പോഴത്തേക്ക് ഒന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ അറിയാൻ പറ്റും. സോ നിങ്ങൾ അപ്പം ആഡ് ചെയ്ത് കൊടുത്താലും മതി. നമ്മുടെ ചൂട് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് രസം വെച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.